നമസ്കാരം. രാഷ്ട്രീയ കളത്തിലെ പുതിയ അംഗം ആരെയാണ് ചതിച്ചത്? ആരാണ് സത്യസന്ധൻ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ അണപൊട്ടി ഒഴുകുന്ന ഈ ചോദ്യങ്ങൾ ഒരു സാധാരണ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് പുതുപ്പള്ളിയുടെ യുവ MLA ചാണ്ടി ഉമ്മൻ, മറുവശത്ത് വാക്കിനും പ്രവൃത്തിക്കും തീപ്പൊരി ചീറ്റുന്ന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയം. കേവലം ഒരു രാഷ്ട്രീയ വാഗ്വാദം എന്നതിലുപരി വർഷങ്ങൾ നീണ്ട പകയുടെയും കുടുംബ ബന്ധങ്ങളിലെ വൈകാരിക പ്രതിസന്ധികളുടെയും ഒരു ഡ്രാമയാണ് ഇവിടെ അരങ്ങേറുന്നത്. സംഭവത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഗണേഷ് കുമാറിന് വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഗണേഷ് കുമാറിനെതിരെ സോളാർ കേസിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് തീപ്പൊരി വാദപ്രതിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. എന്നാൽ ചാണ്ടി ഉമ്മന്റെ വിമർശനങ്ങൾക്ക് ആരും പ്രതീക്ഷിക്കാത്ത മട്ടിലൊരു മറുപടിയാണ് ഗണേഷ് കുമാർ നൽകിയത്. സദസ്സിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഗണേഷ് കുമാർ തുറന്നടിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചു. എന്റെ കുടുംബം തകർത്തു. എന്റെ സകലതും പിടിച്ചു വാങ്ങി. എന്നെയും എന്റെ 2 മക്കളെയും തമ്മിൽ വേർപിരിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഒരു നല്ല മനുഷ്യനും കുടുംബനാഥനുമായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി തങ്ങളെ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിച്ചു. ഈ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അന്തരിച്ച നേതാവിനെതിരെ മുൻ സഹപ്രവർത്തകന്റെ അതിരൂക്ഷമായ വിമർശനം, മറുവശത്ത് പിതാവിനെ ന്യായീകരിക്കാനെത്തിയ മകന് കിട്ടിയ അപ്രതീക്ഷിത തിരിച്ചടി. സോളാർ കേസിൽ വിവാദമായ ഒരു കത്തുമായി ബന്ധപ്പെട്ടായിരുന്നു ചാണ്ടി ഉമ്മന്റെ വിമർശനം. ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. എന്നെ സ്നേഹിച്ചതുപോലെയാണ് അപ്പൻ ഗണേഷിനെയും സ്നേഹിച്ചത്. എന്നിട്ടും സോളാർ കേസിൽ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായി? ചാണ്ടി ഉമ്മൻ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഗണേഷ് കുമാർ നൽകിയ മറുപടിയാണ് ഇന്നലത്തെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയത്. ഉമ്മൻചാണ്ടി എന്നോട് കാണിച്ച മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയേണ്ട എന്ന് വിചാരിക്കുമ്പോൾ വായിൽ വിരലിട്ടാൽ കടിക്കാത്തവരുണ്ടോ? അതിന് ഇടവരുത്തരുത്. ഞാൻ പഴയ കഥകൾ പറയും. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കേട്ട് സദസ്സ് നിശബ്ദമായിരുന്നു. എന്റെ കുടുംബം തകർത്തു. എന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി. 2 വഴിക്കാക്കിയ ദുഷ്ടതരത്തിന് ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ? ചോദ്യം ചാണ്ടി ഉമ്മനോടായിരുന്നു. പക്ഷെ ഉത്തരം തേടിയത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളിൽ നിന്നാകാം. മാത്രമല്ല, മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ അപകടകരമായിരിക്കും എന്നൊരു മുന്നറിയിപ്പും ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മന് നൽകി. ഗണേഷ് കുമാർ താൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതിനെക്കുറിച്ചും ചില വെളിപ്പെടുത്തലുകൾ നടത്തി. നെല്ലിയാമ്പതിയിലെ വനഭൂമി പതിച്ചു നൽകാൻ കൂട്ടുനിൽക്കാത്തതിനാലാണ് 2003 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസ്ഥാനം തിരിച്ചു നൽകാമെന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടി തന്റെ അച്ഛനോട് സമ്മതിച്ചതാണെന്നും എന്നിട്ടും പറ്റിക്കുകയായിരുന്നുവെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. ചതിയുടെയും വഞ്ചനയുടെയും ഒരു നീണ്ട കഥ തനിക്ക് പറയാനുണ്ടെന്നും ആരെയാണ് ചതിച്ചതെന്ന് കാലം തെളിയിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നു.